morning, students. Adutha university question is using Green's theorem, evaluate integral of C 2xy dx plus x square plus x dy, where C is the unit circle in the positive direction. The July 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഗ്രീൻസ് തിയറം. എന്താണ് ഗ്രീൻസ് തിയറം? By Green's theorem. By Green's theorem. Integral of C f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y into d. ഇതാണ് നമ്മുടെ ഫോർമുല. ആദ്യം നമ്മൾ ഫോർമുല എഴുതി വെച്ചു. Integral of C f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y. ഇനി തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിൽ നിന്ന് ഇവിടെ f എന്താണ്? f എന്ന് പറയുന്നത് 2xy ആണ്. dx നോട് ചേർന്ന് കിടക്കുന്നത് f ആണ്. dx നോട് ചേർന്ന് കിടക്കുന്നത് f ആണ്. അപ്പോൾ f is equal to 2xy. അതുപോലെ dy യോട് ചേർന്ന് കിടക്കുന്നത് g ആണ്. g is equal to x square plus. ഇനി നമ്മൾ എന്ത് ചെയ്യണം? f എന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dou f by dou y. y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ 2x into 1 2x. അതുപോലെ g എന്ന ഫംഗ്ഷനെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dou g by dou x equal to 2x plus dou f by dou y കിട്ടി, dou g by dou x കിട്ടി. ഇനി നമ്മുടെ ഫോർമുലയിൽ കൊടുത്തു കഴിയുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ dou g by dou x എന്താണ്? 2x plus 1. അതുപോലെ dou f by dou y എന്താണ്? minus 2x into d. ഇതിൽ 2x ഉം 2x ഉം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ dA. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് സർക്കിൾ. നമ്മുടെ കർവ് എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ആണ്. ഡബിൾ ഇന്റഗ്രൽ ആർ ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ. ഇവിടെ കർവ് എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിൾ ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? pi into 1. Therefore നമ്മുടെ ആൻസർ എന്താണ്? pi r is equal to 1 ആണ്. Therefore answer is equal to pi in answer. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രീൻസ് തിയറം. ആദ്യം നമ്മൾ ഗ്രീൻസ് തിയറം എഴുതുന്നു. ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് c f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou into d. അതാണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുലയില് dou g by dou x എഴുതാം, dou f by dou y. dou g എങ്ങനെ കിട്ടി? y യോട് ചേർന്ന് കിടക്കുന്നത് g എന്ന ഫംഗ്ഷൻ. അപ്പൊ g എന്ന് പറഞ്ഞാൽ എന്താണ്? x square plus x. അതുപോലെ dx നോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? f ആണ്. f is equal to 2x. f എന്ന ഫംഗ്ഷനെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x കിട്ടും. g എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x plus 1. അപ്പോ dou f by dou y കിട്ടി, dou g by dou x. ഇനി നമ്മുടെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x plus 1 minus 2x into dA കിട്ടി. ഇങ്ങനെ ഡബിൾ ഇന്റഗ്രൽ r dA എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ ആണ്. ഏരിയ നമ്മുടെ കർവ് ഏതാണ്? യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോ ഇവിടെ കർവ് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഡബിൾ ഇന്റഗ്രൽ ആർ ഡി എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ. ഇവിടുത്തെ റീജിയൻ ഏതാണ്? സർക്കിൾ ആണ്. അപ്പൊ ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ കാണാനുള്ള ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ എന്നാണ്. പൈ ആർ സ്ക്വയർ. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. Therefore pi into 1. That's final answer will be pi എന്ന് വരും. Final answer will be pi. Therefore ഈ പ്രോബ്ലത്തിന്റെ ആൻസർ pi എന്നാണ്. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.